ഹലോ ഗൈസ്, അങ്ങനെ സിനിമാ പ്രേമികൾ കാത്തിരുന്ന തിരിച്ചുവരവ്. നിവിൻ പോളിയുടെ ആ തിരിച്ചുവരവിൽ മലയാള സിനിമയ്ക്ക് 13ാമത്തെ 100 കോടി ചിത്രം പിറന്നിരിക്കുകയാണ്. സർവമായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് പ്രദർശനം തുടരുകയാണ്. അപ്പോൾ 13ാമത്തെ മലയാള ചിത്രമാണ് സർവമായ 100 കോടി ക്ലബിൽ കയറുന്ന. അപ്പോൾ ബാക്കി 12 100 കോടി ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം 2016 ലാലേട്ടൻ നായകനായ വൈശാഖ് സംവിധാനം ചെയ്ത അന്നത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രം പുലിമുരുകനാണ്. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രം പുലിമുരുകൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 146 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. രണ്ടാമത്തെ ചിത്രം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം തന്നെയായിരുന്നു. ഇത്തവണ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ആണ്. ലൂസിഫർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 126 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മൂന്നാമത്തെ 100 കോടി ചിത്രം ജൂഡിന്റെ സംവിധാനത്തിൽ ടൊവിനോ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ 2018 ആണ്. 2018 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 175 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ 150 കോടിയും 150 കോടിക്ക് മുകളിൽ നേടുന്ന ചിത്രവുമായിരുന്നു 2018. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം പ്രേമലു ആയിരുന്നു. പ്രേമലു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 136 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ നെസ്ലിനും അതുപോലെ മമിത ബൈജും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 136 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം മഞ്ഞുമേൽ ബോയ്സ് ആയിരുന്നു. ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 242 കോടിയോളം നേടിയിരുന്നു. മലയാളത്തിലെ ആദ്യമായി 200 കോടി ക്ലബിൽ കയറിയ ചിത്രമായിരുന്നു മഞ്ഞുമേൽ ബോയ്സ്. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം ആടുജീവിതമായിരുന്നു. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 158 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് നായകനായി എത്തിയ ആവേശമാണ്. ആവേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 156 കോടി രൂപ നേടിയിരുന്നു. മഞ്ഞുമേൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, ആവേശം ഏകദേശം ഒരു 3-4 മാസത്തിനിടയിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് ഇതെല്ലാം. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ 90s പറയും പോലെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. തിയേറ്ററുകാർക്ക് ആ ഒരു 4 മാസം അടുപ്പിച്ച് 4 ചിത്രങ്ങളാണ് 100 കോടിക്ക് മുകളിൽ മലയാളത്തിൽ നിന്നും നേടിയത്. അതിനുശേഷം 100 കോടി ക്ലബിൽ കയറിയ ചിത്രം അജയന്റെ രണ്ടാം മോഷണമായിരുന്നു. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി എത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 106 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് അതേ വർഷം ഡിസംബറിലാണ് 100 കോടി ക്ലബ്ബ് പിറന്നത്. മാർക്കോ ആയിരുന്നു. മാർക്കോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 106 കോടി രൂപ നേടിയിരുന്നു. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ചിത്രം ആദ്യമായി എ സർട്ടിഫിക്കറ്റിൽ 100 കോടി നേടിയ മലയാള ചിത്രമായിരുന്നു മാർക്കോ. പിന്നീട് 100 കോടി ക്ലബിൽ കയറിയ ചിത്രം എമ്പുരാനാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 265 കോടി രൂപയാണ് എമ്പുരാൻ നേടിയത്. മലയാളത്തിലെ ആദ്യത്തെ 250 കോടി നേടുന്ന ചിത്രമായിരുന്നു എമ്പുരാൻ. തൊട്ടു പിന്നാലെ വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം തന്നെയായിരുന്നു 100 കോടി ക്ലബിൽ കയറിയത്. തുടരുമായിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 234 കോടി രൂപയാണ് തുടരും നേടിയത്. കേരളത്തിൽ 100 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായിരുന്നു തുടരും. അടുത്ത ചിത്രം ലോകയാണ്. തുടരും കേരളത്തിലിട്ട റെക്കോർഡും എമ്പുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലിട്ട റെക്കോർഡും രണ്ടും ഒരുമിച്ച് മറികടന്ന പുതിയ ഇൻഡസ്ട്രിക്കായ ചിത്രമാണ് ലോക. കേരളത്തിൽ നിന്നും 100 കോടിക്ക് മുകളിലും ഓവർസീസ് മാർക്കറ്റിൽ നിന്നും 100 കോടിക്ക് മുകളിലും ഒരുമിച്ച് ഒരേ സമയം നേടിയ ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു ലോക. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 300 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ മലയാള ചിത്രമായിരുന്നു ലോകയാണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും നേടിയ മലയാള ചിത്രം. അടുത്ത ചിത്രം സർവ്വമായാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ നേടി ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 13 ചിത്രങ്ങളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ നേടിയ മലയാള ചിത്രങ്ങൾ. പുലിമുരുകൻ, ലൂസിഫർ, 2018, പ്രേമലു, മഞ്ഞുമേൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, അജയന്റെ രണ്ടാം മോഷണം, മാർക്കോ, എമ്പുരാൻ, തുടരും, ലോക, സർവ്വവുമായി. ഇതിൽ നിങ്ങൾ ഏതെല്ലാം ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനലിൽ സിനിമയെക്കുറിച്ചും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.